നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തുവരപ്പരിപ്പും പച്ചരിയും വെച്ച് ഒരു വെറൈറ്റി ദോശയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയാണ്. അതായത് ഈ ദോശക്ക് നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. അതിനാവശ്യമായ സാധനങ്ങൾ പച്ചരി കുതിർത്തത്, പിന്നെ തുവരപ്പരിപ്പ്, പിന്നെ തേങ്ങ, തക്കാളി, പച്ചമുളക്, ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ളിടാം, ഉപ്പും. ദോശക്ക് അരക്കുന്നത് പോലെ നമുക്ക് ഈ അരി അരച്ചെടുക്കാം. ഇതിലേക്ക് തുവരപ്പരിപ്പിടണം, പിന്നെ തേങ്ങ, അരി എത്ര എടുക്കുന്ന അതിൻ്റെ കാലോതി തുവരപ്പരിപ്പ്. നമുക്കിത് അരച്ചെടുക്കാം. അരി അരച്ചിട്ടുണ്ട്, ഇതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. പിന്നെ ഈ മല്ലിച്ചപ്പ്, തക്കാളി, മുളകെല്ലാം ഇതിലിങ്ങനെ തന്നെ വാട്ടൊന്നും ചെയ്യണം, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ കറിയൊന്നും ഇതിന് വേണ്ട. ഉണ്ടോ? ഇത്ര ലൂസായാൽ മതി. നമുക്കിത് ചുട്ടെടുക്കാം. ഈ ദോശ ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് മാവെടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ദോശ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ചുടുന്ന ദോശയാണ്. ഇതിന് വേറെ കറികളൊന്നും വേണ്ട. ഇത് കാണാൻ തന്നെ അടിപൊളിയാണ്. നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് മുകളിൽ തൂവിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പരിപ്പുള്ളതുകൊണ്ട് മറിച്ചിടാൻ കുറച്ച് പ്രശ്നം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിട്ട് മറിച്ചിടണം. ഇതുണ്ടോ? ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ ആയിട്ടുണ്ട്. ഇത് കണ്ടോ? ദോശ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ദോശ അതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ഈ ദോശ കണ്ടാൽ വിചാരിക്കും ഓംലേറ്റാണ്. അതുപോലെ ഉണ്ട്. പരിപ്പ് ഇതായതുകൊണ്ട് അതിൻ്റെ ഒരു മഞ്ഞ കളറ് ദോശയിൽ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. എന്താ നല്ല ഭംഗിയല്ല. കുട്ടികൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ദോശയാണ്. പിന്നെ ക്യാരറ്റോ ബീൻസൊക്കെ നമുക്ക് ചെറുങ്ങനെ ഇതാക്കിയിട്ട് വേവിച്ചിട്ട് ഇതിലിടാം. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെയുണ്ട്. ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ദോശയും കൂടി മറിച്ചിട്ട് കൊടുക്കാം. മെല്ലെ മറിച്ചാൽ മതി, അങ്ങനെ കിട്ടാണ്ടൊന്നുമല്ല. എന്നാലും നമ്മളങ്ങനെ മറ്റേ ദോശ മറിക്കുന്ന പോലെ അങ്ങനെ സ്പീഡിൽ മറിക്കരുത്. കണ്ട നമ്മുടെ തുവരപ്പരിപ്പ് കൂട്ടി ചുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ഇതുണ്ടോ? നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു കറിയും ഇതിനാവശ്യമില്ല. പെട്ടെന്നാവുന്ന ഒരു ദോശയാണ്.